വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് എങ്ങനെ നമ്മുടെ കാറുകളിലെ ആക്സിൽ സീൽസ് റീപ്ലേസ് ചെയ്യാമെന്നാണ്. ഈ ആക്സിൽ സീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാറുകളിലെ CV ആക്സിൽ അഥവാ ഡ്രൈവ് ആക്സിൽ എന്നൊക്കെ വിളിക്കുന്ന ആക്സിലും നമ്മുടെ ട്രാൻസ്മിഷനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഓയിൽ സീലുണ്ട്. അതിനെയാണ് ആക്സിൽ സീൽ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എന്തിനാണ് ഈ വണ്ടിയുടെ ആക്സിൽ സീൽ റീപ്ലേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ വണ്ടിയുടെ അടിഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ ഇതിന് ഓയിൽ ലീക്ക് ഉണ്ട്. ഒന്ന് സൂക്ഷിച്ച് വയ്ക്കാൻ നമുക്ക് കാണാൻ പറ്റും, ഈ ലീക്ക് വരുന്നത് ഡ്രൈവർ സൈഡ് ആക്സിലിൻ്റെ ഭാഗത്തു നിന്നാണ്. വണ്ടി ഓടി പഴകി വരുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനമൊക്കെ കൊണ്ടാണ് മെയിനായിട്ടും ഈ ഒരു സീൽ ലീക്കാവാൻ തുടങ്ങുന്നത്. പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു ലീക്ക് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അഥവാ ശ്രദ്ധിച്ചാൽ തന്നെ ചെറിയൊരു ലീക്കല്ലേ എന്ന രീതിയിൽ അവരതിനെ ഇഗ്നോർ ചെയ്യത്തേ ഉള്ളൂ. ഇങ്ങനെ ലീക്കും വെച്ച് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ട്രാൻസ്മിഷൻ്റെ അകത്തെ ഓയിൽ എത്രത്തോളം കുറയുന്നുണ്ടെന്ന് നമ്മൾ അറിയത്തേ ഇല്ല. നമ്മുടെ ട്രാൻസ്മിഷൻ സ്റ്റക്കായി കഴിയുമ്പോൾ മാത്രമേ ഈ ഒരു സീൽ മാറാത്തതിൻ്റെ ഫലം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ ആക്സിൽ സീൽസിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി ഈ വീഡിയോയിലേക്ക് കിടക്കാം. ആക്സിൽ സീൽസ് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് വേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, പുതിയൊരു ആക്സിൽ സീൽ, നമ്മുടെ സാധാ 1/2 ഇഞ്ച് സോക്കറ്റ് സെറ്റും അതിൻ്റെ എക്സ്റ്റൻഷനും, ത്രെഡ് ലോക്കർ, നമ്മൾ ഈ ആക്സിൽ അഴിക്കാൻ നേരത്ത് അതിൻ്റെ ഗിയർ ഓയിൽ കുറച്ച് ലീക്കായി പോകും, അപ്പം അത് റീഫിൽ ചെയ്യാനായിട്ട് ഗിയർ ഓയിൽ, പിന്നെ ഈ ഗിയർ ഓയിൽ ഗിയർ ബോക്സിലൂടെ ഒഴിക്കാനായിട്ട് ഒരു ഫണലും ഒരു ഹോസും, പിന്നെ ഒരു ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ, ഹാമർ, ഒരു സീൽ പുള്ളർ പക്ഷേ ഓപ്ഷനിലാണ്, അതിലേലും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അതുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. പിന്നെ ഒരു റിംഗ് സ്പാനർ, പിന്നെ ആക്സിൽ അഴിക്കുമ്പോൾ ലീക്കാവുന്ന ഓയിൽ ക്യാച്ച് ചെയ്യാനായിട്ട് ഒരു ഓയിൽ ക്യാച്ച് പാൻ, പിന്നെ നമ്മുടെ ജാക്ക് സ്റ്റാൻഡ്സ്. ഈ ഒരു ലിസ്റ്റ് കണ്ട് ഒരുപാട് സാധനം വേണം ഈ ഒരു ജോലിക്ക് എന്നൊന്നും തന്നെ തെറ്റിദ്ധരിക്കരുത്. വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ടൂൾസ് മാത്രം മതി ഈ ഒരു ജോലി ചെയ്യാനായിട്ട്. എനിക്കറിയാം ടൂൾസിനെ കുറിച്ച് നിങ്ങളിപ്പോൾ ആർക്കും ഡൗട്ടുണ്ട്, എന്ത് ടൂൾസ് യൂസ് ചെയ്യണം, എന്തൊക്കെ വേണം എന്നൊക്കെ പലർക്കും കൺഫ്യൂഷനുണ്ട്. അപ്പം അതിനെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ചെയ്യാം, പക്ഷേ അത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാത്തത്. ഭാവിയിൽ അതിനെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രൊസീജിയേഴ്സിലേക്ക് കടക്കാം. ആദ്യമായി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പൊക്കി ജാക്സണിൽ സപ്പോർട്ട് ചെയ്ത് വെക്കുക. വണ്ടി പൊക്കുന്നതിന് മുമ്പായി വണ്ടിയുടെ റിയർ വീൽ ഒരു വലിയ കഷ്ണം തടിയോ അതുപോലുള്ള വേറെ എന്തെങ്കിലും വെച്ച് ചോക്ക് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പാണ്. ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ബാക്ക് വീൽ ചോക്കിന് ശേഷം നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് വണ്ടിയുടെ ആക്സിലിനട്ടും ലക്ക് നട്ട്സും ലൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മൾ വണ്ടി പൊക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വണ്ടി പൊക്കിയതിന് ശേഷം നമ്മൾ ഊരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ടയർ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കത്തുള്ളൂ, നമുക്കിത് ഊരിയെടുക്കാൻ സാധിക്കത്തില്ല. ഈ ആക്സിലേറ്റർ നിങ്ങൾക്ക് കാണാൻ ഒരു ചെറിയൊരു ബെൻഡുണ്ട്. ആ ബെൻഡാണ് ഇതിൻ്റെ ലോക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ബെൻഡൊന്ന് തട്ടി നൂത്താൽ മാത്രമേ നമുക്ക് ഈ ആക്സിലേറ്റർ ഊരിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ചില വണ്ടിയിൽ ഈ ലോക്കിന് ചെറിയൊരു വ്യത്യാസം വന്നേക്കാം. ഈ കാണുന്ന പോലെ ഒരു ക്വാർട്ടർ പിൻ ആയിരിക്കും ചിലതിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ആക്സിലേറ്ററും ലക്ക് നട്ട്സും എല്ലാം ലൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ആ ബെൻഡ് തട്ടി നേരെയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആക്സിലേറ്റർ അഴിക്കാം. ആക്സിൽ നട്ട്സ് നല്ല കൂടിയ ടോർക്കിൽ തന്നെ ആയിരിക്കും ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അഴിക്കാൻ നല്ല ലെവറേജ് ആവശ്യമായിട്ട് വരും. സോ ഈ നട്ട് അഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു നല്ല നീളം കൂടിയ ബ്രേക്കർ ബാർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പോലെ 2-3 എക്സ്റ്റൻഷൻസ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആക്സിലേറ്റർ നമ്മൾ ലൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ 4 ലക്ക് നട്ട്സും കൂടെ ലൂസ് ചെയ്യണം. നട്ട്സ് എല്ലാം ലൂസായി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പൊക്കാം. വണ്ടി പൊക്കിയതിന് ശേഷം വണ്ടി ജാക്ക് സ്റ്റാൻഡിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തണം. ഇവിടെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ ജാക്ക് മാത്രം യൂസ് ചെയ്യരുത്. ജാക്ക് മാത്രം യൂസ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് സംഭവമാണ്. എപ്പോഴും ജാക്ക് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. വണ്ടി പൊക്കി ജാക്ക് സ്റ്റാൻഡിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വണ്ടി ഒന്ന് കുലുക്കി നോക്കുക. വണ്ടി ജാക്ക് സ്റ്റാൻഡിൽ സ്റ്റേബിളായിട്ടാണ് ഇരിക്കുന്നതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. വണ്ടി ജാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അതാണ് ആക്സിൽ റിമൂവൽ. ആക്സിൽ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ വീൽസ്, ബ്രേക്സ്, സ്ട്രട്ടിൻ്റെ കണക്ഷൻ എല്ലാം റിമൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ആക്സിൽ റിമൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വീൽ അഴിച്ച് മാറ്റാം. വീൽ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് അഴിക്കാനുള്ളത് ബ്രേക്ക് കാലിപ്പറാണ്. ബ്രേക്ക് കാലിപ്പർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പായി ബ്രേക്ക് ഹോസ് അതിൻ്റെ ഗൈഡിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ചെറുതായിട്ടും തട്ടിയാൽ മതി ഇതിൻ്റെ ലോക്ക് കഴിഞ്ഞ് വരും. ബ്രേക്ക് ഹോസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് അഴിക്കാനുള്ളത് ബ്രേക്ക് കാലിപ്പറാണ്. ബ്രേക്ക് കാലിപ്പർ അഴിക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ബ്രേക്ക് കാലിപ്പറിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റിൻ്റെ 2 ബോൾട്ട്സ് അഴിച്ചാൽ ഈ കാലിപ്പർ അസംബ്ലി ഫുൾ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. കാലിപ്പർ ഇളക്കിയെടുക്കുന്നതിന് മുമ്പായി കാലിപ്പർ എടുത്ത് വെക്കാനായിട്ട് എന്തെങ്കിലും ഇതിൻ്റെ അടിയിലോട്ട് വെച്ചതിന് ശേഷം മാത്രമേ കാലിപ്പർ ഇളക്കാവൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരു കാരണവശാലും ബ്രേക്ക് ഹോസിൽ ഈ കാലിപ്പർ തൂക്കിയിടരുത്. ഈ കാലിപ്പറിൻ്റെ വെയിറ്റ് താങ്ങാനുള്ള ശേഷി ആ ബ്രേക്ക് ഹോസിനില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇളക്കാൻ ബാക്കിയുള്ളത് ഡിസ്ക് കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് വേഗം ഇളക്കി മാറ്റാം. അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ കംപ്ലീറ്റ് പാർട്സ് റിമൂവ് ചെയ്തു. നമുക്കിനി ആക്സിലേറ്റർ റിമൂവ് ചെയ്യാം. ആക്സിലേറ്റർ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടി വരുന്ന വാഷറും കൂടി എടുക്കാൻ മറന്നു വരുത്.
നമുക്കിനി അവസാനമായിട്ട് അയക്കാനുള്ളത് ഈ സ്റ്റിയറിംഗ് നക്കിൾ കണക്ഷൻ കൂടിയാണ്. അതുകൂടി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സിൽ അയച്ചെടുക്കാൻ പറ്റും. ഈ ബോൾട്ട് അയക്കുന്നതിന് മുമ്പ് അതിൻ്റെ ത്രെഡ് ക്ലീൻ ചെയ്യുന്നത് ബോൾട്ട്സ് അയക്കുമ്പോൾ ത്രെഡ് ഡാമേജ് ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കുറച്ച് പെനട്രേറ്റിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നതും ത്രെഡ് ഡാമേജ് ആവാതെ ബോൾട്ട് ഊരിയെടുക്കാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ബോൾട്ട്സ് ഊരിയെടുക്കാം. ബോൾട്ട്സ് രണ്ട് ഊരി കഴിഞ്ഞാൽ നമുക്കിനി ഈ ആക്സിൽ സ്റ്റിയറിംഗ് നക്കിൽ നിന്ന് ഊരിയെടുക്കാം. നമ്മളപ്പോൾ ആക്സിലിൻ്റെ വൺ സൈഡ് ഊരിയെടുത്തു. ഇനി നമുക്ക് ഊരാനുള്ളത് ആക്സിലിൻ്റെ മറ്റേ സൈഡാണ്, അതായത് നമ്മുടെ ട്രാൻസ്മിഷനിലോട്ട് കയറുന്ന ഭാഗം. അതുകൂടി ഊരിയെടുത്താൽ നമുക്ക് ഈ ആക്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും. നമുക്കപ്പോൾ എങ്ങനെയാണ് ആ സൈഡ് റിമൂവ് ചെയ്യുന്നത് നോക്കാം. ട്രാൻസ്മിഷൻ സൈഡിൽ നിന്ന് ആക്സിൽ ഇളക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ ട്രാൻസ്മിഷൻ്റെ ഫിൽ പ്ലഗ്, അതായത് നമ്മൾ ഓയിൽ ഒഴിക്കുന്ന പ്ലഗ് ഊരി വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ചിലപ്പോൾ വണ്ടി കുറച്ച് പഴയതാണെങ്കിൽ ഈ പ്ലഗ് അതിനകത്ത് സ്റ്റക്കായിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും ചെക്ക് ചെയ്യാതെ ഈ ആക്സിൽ വലിച്ച് ഊരി കഴിഞ്ഞിട്ട് പിന്നെ റീഫിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പ്ലഗ് ഊരി വരാതിരിക്കുകയും പിന്നെ നമുക്ക് ഓയിൽ റീഫിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ആദ്യം ഇത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഈ വണ്ടിയിൽ ഇവിടെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡ്രെയിൻ പ്ലഗ്. ഇതിൻ്റെ ഫിൽ പ്ലഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ അങ്ങ് അകത്തോട്ടാണ്. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഓയിൽ ഫിൽ പ്ലഗ്. നമുക്ക് ഈ പ്ലഗ് ഊരി വരുമെന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ ഫിൽ പ്ലഗ് അഴിക്കാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ സോക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഡ്രെയിൻ പ്ലഗ് സോക്കറ്റ്. ഇത് 2-3 സൈസിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കി വാങ്ങുക. നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ ഫിൽ പ്ലഗ് സ്റ്റക്കൊന്നുമല്ല, അത് ഊരി വരുന്നുണ്ട്. സോ നമുക്കിനി ധൈര്യമായിട്ട് ആക്സിൽ റിമൂവ് ചെയ്യാം. ആക്സിൽ അയക്കുമ്പോൾ ഗിയർ ബോക്സിൽ നിന്നുള്ള ഓയിൽ പുറത്തോട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഓയിൽ ക്യാഷ് ക്യാൻ ഇതിൻ്റെ അടിയിലേക്ക് നീക്കി വയ്ക്കാൻ മറക്കരുത്. ആക്സിൽ ഇളക്കാനായിട്ട് നമുക്കൊന്നെങ്കിലും ഒരു പ്രൈ ബാറോ അല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വലിയ സ്ക്രൂ ഡ്രൈവറോ യൂസ് ചെയ്യാം. ഈ സ്ക്രൂ ഡ്രൈവർ ഈ ട്രാൻസ്മിഷൻ്റെയും ആക്സിലിൻ്റെയും ഇടയിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ, അതായത് ഒന്ന് അകത്തി കൊടുത്താൽ ഈ ആക്സിൽ ഊരി വരും. ട്രാൻസ്മിഷനിൽ നിന്ന് ആക്സിൽ ഊരി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈവ് ആക്സിൽ അസംബ്ലി കംപ്ലീറ്റ് ആയിട്ട് ഊരി മാറ്റാൻ പറ്റും. ആക്സിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് നമ്പർ 3, സീൽ റീപ്ലേസ്മെൻറ്റ്. നിങ്ങൾക്കിപ്പോൾ ആ പഴയ ആക്സിൽ സീൽ നല്ലതുപോലെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സീൽ റിമൂവ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ഒരു സീൽ പുള്ളർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവറിൻ്റെ അറ്റത്ത് കുറച്ച് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയതിന് ശേഷം അത് യൂസ് ചെയ്യാം. ഈ ടേപ്പ് എന്തിനാണ് ഒട്ടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സീൽ ഇളക്കുന്ന സമയത്ത് ഈ ട്രാൻസ്മിഷൻ കേസിൽ സ്ക്രൂ ഡ്രൈവറിൻ്റെ അറ്റം കൊണ്ട് സ്ക്രാച്ചസ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയാണ്. പഴയ സീൽ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയ സീൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ആ സീൽ സീറ്റാവുന്ന ഏരിയ മുഴുവൻ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുറത്തുള്ള പൊടിയും മണ്ണൊന്നും ട്രാൻസ്മിഷൻ്റെ അകത്തോട്ട് വീഴരുത്. അകത്തോട്ട് വീണ് കഴിഞ്ഞാൽ അത് ട്രാൻസ്മിഷൻ ഡാമേജ് ആക്കും. ഇത് നമ്മുടെ പഴയ ആക്സിൽ സീലാണ്, ഇത് പുതിയത്. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പഴയത് നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട്, എന്നാൽ പുതിയത് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. സീൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. സീൽ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ ഈ സീൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സീൽസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു റബ്ബർ ഹാമർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പോലെ ഒരു മെറ്റൽ ഹാമർ നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ തട്ടുന്ന സമയത്ത് ഈ തട്ടങ്ങാനും വന്ന് ഈ ട്രാൻസ്മിഷൻ കേസിൽ കൊണ്ടുകഴിഞ്ഞാൽ ആ കേസ് അപ്പോഴേ പൊട്ടിപ്പോത്തേ ഉള്ളൂ. സോ മാക്സിമം ഒരു സോഫ്റ്റ് ഫേസ് ഹാമർ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ആക്സിൽ സീൽ ഇപ്പോൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവ് ആക്സിൽ തിരിച്ച് റീഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവ് ആക്സിൽ. ഇത് നമ്മുടെ ട്രാൻസ്മിഷനിലോട്ട് കയറുന്ന ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ പൊടിയും മണ്ണും എല്ലാം പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്കിത് ട്രാൻസ്മിഷനിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. ട്രാൻസ്മിഷനിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ട്രാൻസ്മിഷനിലോട്ട് കയറുന്ന ആക്സിലിൻ്റെ സ്പ്ലൈൻസ് വരുന്ന ഭാഗവും നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ഈ സ്പ്ലൈൻസിൻ്റെ അറ്റത്ത് ലോക്ക് വാഷർ പോലെ ഒരു ചെറിയ വാഷർ വരുന്നുണ്ട്. റീഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായി ആ വാഷറോട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഈ ആക്സിൽസ് റീഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫ്രഷ് ഗിയർ ഓയിൽ വെച്ച് ഈ സ്പ്ലൈൻസ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് സീൽ പെട്ടെന്ന് ഡാമേജ് ആകാതിരിക്കാനും സീൽസ് പ്രോപ്പറായിട്ട് സീറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ആക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ആക്സിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ആക്സിൽ ട്രാൻസ്മിഷൻ്റെ ഹോളിനുള്ളിൽ കറക്റ്റായിട്ട് കയറ്റിയതിന് ശേഷം ഒന്ന് നല്ലതുപോലെ അമർത്തി കൊടുത്താൽ ഈ ആക്സിൽ ഒരു ക്ലിക്ക് സൗണ്ടോട് കൂടി പോയി ലോക്ക് ആയിക്കോളും. ഇതുപോലെ. നമുക്കിത് ചെയ്യാനായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ അയച്ചതെല്ലാം തിരിച്ച് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. ഡ്രൈവ് ആക്സിൽ ഹബിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഈ ആക്സിലിൻ്റെ സ്പ്ലൈൻസ് ഒന്ന് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യണം. ഈ ഡ്രൈവ് ആക്സിലിൻ്റെ സ്പൈനും ഹബ്ബുമായിട്ട് തുരുമ്പിച്ച് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഭാഗത്ത് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആൻറ്റി സീസ് തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നോർമൽ ഗ്രീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ക്ലീനിങ്ങും ലൂബിങ്ങും എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ആക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാം.
നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് നമ്മുടെ സ്റ്റിയറിംഗ് നക്കിളും സ്റ്റാർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ബോൾസാണ്. അതുകൂടി നമുക്ക് വേഗം ഇൻസ്റ്റാൾ ചെയ്യാം. എപ്പോൾ ഏത് ബോൾസ് നിങ്ങൾ ഇളക്കിയാലും അതിൻ്റെ ത്രെഡ്സ് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് റീഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ. ഇത് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബോൾസ് എല്ലാം ടൈറ്റിന് മുമ്പ് അതിൻ്റെ ത്രെഡ്സിൽ കുറച്ച് ത്രെഡ് ലോക്കർ കൂടി അപ്ലൈ ചെയ്യണം. ത്രെഡ് ലോക്കർ ഈ ബോൾസ് എല്ലാം വൈബ്രേഷൻ മൂലം തനിയെ ലൂസായി വരുന്നത് തടയും. വൈബ്രേഷൻ നല്ലതുപോലെ അടിക്കുന്ന സസ്പെൻഷൻ പോലെയുള്ള ഭാഗങ്ങളിൽ ഈ ത്രെഡ് ലോക്കറിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ബോൾസിന് ടോർക്ക് ചെയ്യേണ്ടത് 65 to 70 ഫുട്ട് പൗണ്ട്സിലാണ്. മുകളിലത്തെ ബോൾസിലാണ് ടോർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി താഴെ ആക്സിലറേറ്റർ ഇടാം. കുറച്ച് ത്രെഡ് ലോക്കർ ആക്സിലറേറ്ററിലും ഇടാൻ മറക്കരുത്. നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുള്ളത് ബ്രേക്ക് സിസ്റ്റമാണ്. നമുക്ക് വേഗം അതുകൂടി ഇൻസ്റ്റാൾ ചെയ്യാം. ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പലപ്പോഴും വരുന്ന ഇഷ്യൂ ആണ് ഈ ഡിസ്ക് സ്ട്രൈറ്റ് നിൽക്കാതിരിക്കുന്നത്. ഈ ഡിസ്ക് സ്ട്രൈറ്റ് ചെയ്യുന്നാൽ മാത്രമേ നമുക്ക് കാലിപ്പർ ഇതിലോട്ട് കയറ്റാൻ പറ്റൂ. അപ്പോൾ ഈ ഡിസ്ക് സ്ട്രൈറ്റ് നിൽക്കാൻ വേണ്ടി ചെറിയൊരു ട്രിക്കുണ്ട്. നമ്മുടെ ലഗ്നറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ഇതിൽ സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ക് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് കാലിപ്പർ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. കാലിപ്പറിൻ്റെ മൗണ്ടിംഗ് ബ്രാക്കറ്റിൻ്റെ ബോൾ സ്റ്റോർ ചെയ്യേണ്ടത് 75 to 80 ഫുട്ട് പൗണ്ട്സിലാണ്. നമ്മളാദ്യം റിമൂവ് ചെയ്ത ബ്രേക്ക് ഹോസ് അതിൻ്റെ ഗൈഡിലേക്ക് കയറ്റി വയ്ക്കാൻ മറന്നു വരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കുള്ള 2 സ്റ്റെപ്സാണ്. ഒന്ന് വീൽ ഇൻസ്റ്റാൾ ചെയ്യുക, രണ്ടാമത്തത് ഗിയർ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം അതും കൂടി ചെയ്യാം. വീൽസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ജാക്കിൽ നിന്ന് ഇറക്കാം. കാരണം വണ്ടി ഒരു സ്ട്രെയിറ്റ് ലെവലിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഗിയർ ബോക്സിനകത്ത് കറക്റ്റ് ഓയിലിൻ്റെ ലെവൽ അറിയാൻ പറ്റൂ. ഈ ലഗ്നട്ട്സ് നമുക്ക് ടോർക്ക് ചെയ്യേണ്ടത് 66 ഫുട്ട് പൗണ്ട്സിലാണ്. ഈ ആക്സിലിനെ ടോർക്ക് ചെയ്യേണ്ടത് 125 to 135 ഫുട്ട് പൗണ്ട്സിലാണ്. ആക്സിലിനെ ടോർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റം തട്ടി ലോക്കിലേക്ക് വളച്ചു വയ്ക്കാൻ മറന്നു വരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള ഒരേ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിയർ ഓയിൽ ടോപ്പ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഗിയർ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യാനായി ആദ്യം നമ്മുടെ ട്രാൻസ്മിഷൻ്റെ ഫിൽ പ്ലഗ് അയക്കണം. ഫിൽ പ്ലഗ് അയച്ചതിന് ശേഷം ഈ ഹോളിലേക്ക് ഗിയർ ഓയിൽ ഫില്ല് ചെയ്യാനുള്ള ട്യൂബ് കയറ്റാം. ഗിയർ ഓയിൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫിൽ ഹോൾ തന്നെയാണ് ഇതിൻ്റെ ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഈ ഫിൽ ഹോളിലൂടെ ഓയിൽ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗിയർ ബോക്സ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തു എന്ന്. അപ്പോൾ ഓയിൽ ഫില്ലിങ്ങും കഴിഞ്ഞു. നമുക്കിനി ഫില്ലർ ക്യാപ്പ് അടയ്ക്കാം. സോ ഇത്രയേ ഉള്ളൂ ഒരു ആക്സിൽസ് റീപ്ലേസ്മെൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നൊരു കാര്യം മാത്രമാണിത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നതുവരെ ബൈ.